ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം BC 13-ാം നൂറ്റാണ്ടിലാണ് ഇസ്രായേൽ കാനാൻ ദേശത്തെത്തുന്നത്. ജോഷുവയുടെ മരണശേഷം സാവൂൾ രാജാവിൻ്റെ കാലം വരെ ഇസ്രായേൽ ജനങ്ങളെ ബാഹ്യശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുള്ള 12 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം റൂത്തിൻ്റെ പുസ്തകം. യഹൂദ വംശജയല്ലാത്തവളും മൊവാബ്യയുമായ റൂത്തിൻ്റെ പേരിൽ പഴയ നിയമത്തിൽ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ്. സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ദൈവം അനുഗ്രഹിച്ചു. റൂത്തിൻ്റെ ഭർത്താവ് ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം റൂത്ത് തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ജെറുസലേമിലേക്ക് വന്നു. ബോവാസിൻ്റെ ഭാര്യയായിക്കൊണ്ട് അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, ദാവീദിൻ്റെ പിതാവ് ജസ്സെ, ജസ്സയുടെ പിതാവ് ഓബദ്, ഓബദ് ബോവാസിന് റൂത്തിൽ ജനിച്ച പുത്രനാണ്. 1-2 സാമുവേൽ. അവസാനത്തെ ന്യായാധിപനായിരുന്ന സാമുവേലിൻ്റെ കാലം മുതൽ ദാവീദിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമുവേലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങളുടെ ഉള്ളടക്കം. BC 1050 കൂടി ഇസ്രായേലിന് ഫിലിസ്ത്യരുടെ ഭീഷണി വർദ്ധിക്കുകയും ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു. സാമുവേൽ അങ്ങനെ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ പുത്രൻ സാവൂളിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ സാവൂൾ വിജയം വരിച്ചുവെങ്കിലും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സാവൂൾ തിരസ്കൃതനായി. 1050 മുതൽ 1010 വരെയുള്ള 40 വർഷക്കാലമാണ് സാവൂളിൻ്റെ ഭരണകാലം. അതിനുശേഷം ദാവീദ് രാജാവായി.